ഒരു മോഷണ വാർത്തയിലേക്കാണ്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 12-കാരന്റെ സ്വർണ്ണമാല കവർന്നതായി പരാതി. ഇരിങ്ങാലക്കുട സ്വദേശിയായ സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിയുടെ 3.5 പവന്റെ സ്വർണ്ണമാലയാണ് മോഷണം പോയത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ജൂബിലി മിഷൻ ആശുപത്രി അധികൃതർ അറിയിച്ചു. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 23-നാണ് സംഭവം. സെറിബ്രൽ പാൾസി രോഗബാധിതനായ ഇരിങ്ങാലക്കുട സ്വദേശിയായ 12-കാരൻ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. MRI സ്കാനിങ്ങിന് വേണ്ടി പോകുമ്പോൾ മുറിയിൽ വെച്ച പേഴ്സിലാണ് കുട്ടിയുടെ അമ്മ സ്വാതി മാല ഊരിവെച്ചത്. സ്കാനിംഗ് കഴിഞ്ഞ് തിരികെ വന്നു നോക്കുമ്പോൾ പേഴ്സിൽ മാലയില്ലെന്ന് ബോധ്യപ്പെട്ടു. ഞങ്ങൾ 21-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. 23-ാം തീയതി CT എടുക്കാൻ പോകുന്ന ആ സമയത്താണ് മാല കാണാതായത്. പേഴ്സിൽ ബാഗിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിരിക്കുകയായിരുന്നു മാല. പിറ്റേ ദിവസം മോൻ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കിയപ്പോഴാണ് മാല അതിലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. CCTVയിൽ കണ്ടിരുന്നു, പക്ഷെ കൂടുതലും പോലീസുകാരാണല്ലോ അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ സ്റ്റാഫുകൾ മാത്രമൊക്കെ തന്നെയാണ് ആ ഭാഗത്തേക്ക് വരുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. ആ സമയം മുറിക്ക് സമീപമുണ്ടായിരുന്ന ജീവനക്കാരെ ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് ജൂബിലി മിഷൻ ആശുപത്രി അധികൃതർ. അപ്പം അവരുടെ മാല CT പോലുള്ള സ്കാൻ പരിപാടികൾക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ റൂമിൽ അവരത് ഊരി വെച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അത് അവിടെ കാണാനില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. പോലീസ് ഈസ്റ്റിൽ നിന്ന് വന്നു. നമ്മുടെ ക്യാമറ ഫുട്ടേജുകൾ അവർ പരിശോധിച്ചു. ജോലിക്കാരായിട്ട് മറ്റോ അവരുടെ മുറികളിൽ കയറാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ലിസ്റ്റൊക്കെ ചോദിച്ചു. അത് പ്രകാരം നമ്മൾ കൊടുത്തു. ആശുപത്രിക്കുള്ളിലുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.